ആനക്കൊമ്പ് കേസിൽ വനം വകുപ്പിന് വിവരങ്ങൾ കൈമാറിയ നടൻ മോഹൻലാൽ 2 ജോഡി ആനക്കൊമ്പിന്റെ വിവരങ്ങൾ നടന്റെ വീട്ടിലെത്തിയാണ് ശേഖരിച്ചത്. ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം ഉപയോഗിച്ചാണ് മോഹൻലാൽ തന്റെ കൈവശമുള്ള ആനക്കൊമ്പ് സറണ്ടർ ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇസത്ത് സുൽഫിക്കർ ഉണ്ട് വിശദാംശങ്ങളുമായി. ഇസത്ത്, ഏറെ വിവാദമായൊരു വിഷയത്തിലാണ് ഇപ്പോൾ സറണ്ടർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിലേക്ക് നയിച്ചത്? വിവരങ്ങൾ എന്താണ്? വകുപ്പ് മോഹൻലാലിന്റെ എറണാകുളത്തിലാണ് ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ എറണാകുളം തേവരയിലുള്ള വീട് റെയ്ഡ് ചെയ്യുന്നത്. ഈ റെയ്ഡ് ചെയ്യുന്നപ്പോഴാണ് അവിടെ 2 ആനക്കൊമ്പുകളും അതുപോലെ തന്നെ 15 കരകൗശല വസ്തുക്കളും കണ്ടെത്തുന്നത്. തുടർന്ന് ഇത് വനം വകുപ്പിനെ അറിയിക്കുകയും തുടർന്ന് അവർ അത് സീസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ മോഹൻലാൽ ഇടപെടുകയും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി മേടിക്കുന്നത്. എന്നാൽ ഇത് അന്ന് ഈ ആനക്കൊമ്പുകൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും ഹൈക്കോടതി റദ്ദ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലയാറ്റൂർ DFOയ്ക്ക് മോഹൻലാൽ നൽകിയ അപേക്ഷയിൽ, അതായത് ഒറ്റത്തവണ മാപ്പപേക്ഷയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതിലാണ് കൈമാറാൻ ഒരു ഉത്തരവ് ഇപ്പോൾ DFO പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 15 കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ 2 ആനക്കൊമ്പുകളുമാണ് മോഹൻലാൽ ഇപ്പോൾ കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം.